Okay, good morning. ഇന്നത്തെ പ്രോബ്ലം നോക്കാം. ഇന്നത്തെ പ്രോബ്ലം ഇതാണ്. If ax square plus 2hxy plus by square equal to 1, then show that d square y by dx square equal to h square minus ab by hx plus by all cube. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് വൺ സൈഡിൽ എ എക്സ് സ്ക്വയർ പ്ലസ് 2hxy പ്ലസ് by സ്ക്വയർ ഈക്വൽ ടു 1 ആണ്. നമ്മൾ അതിനെ 2 ടൈംസ് സക്സസീവ് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. 2 ടൈംസ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ കിട്ടുന്ന ഷോ ദാറ്റിൽ പറയുന്ന ആൻസർ നമുക്ക് കിട്ടണം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യപ്പം. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് എ എക്സ് സ്ക്വയർ പ്ലസ് 2hxy പ്ലസ് by സ്ക്വയർ ഈക്വൽ ടു 1 ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ ഡിഫറൻഷിയേറ്റ് സാധാരണ ചെയ്യുന്ന പോലെ ഡിഫറൻഷിയേറ്റ് ബോത്ത് സൈഡ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഡിഫറൻഷിയേറ്റ് ബോത്ത് സൈഡ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഓക്കെ, എന്ത് വരും? വൺ സൈഡ് നമ്മൾ ചെയ്യുമ്പോൾ എ എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ 2ax അഥവാ എന്റെ ഡെറിവേറ്റീവ് ഇങ്ങനെ എഴുതുമ്പോൾ മനസ്സിലാകാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് എ ഇൻറ്റു എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x പ്ലസ് 2h ഇൻറ്റു. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, എക്സ് വൈന്റെ ഡെറിവേറ്റീവ് കാണണം. നമുക്ക് എക്സ് ഇൻറ്റു വൈന്റെ ഡെറിവേറ്റീവ് കാണണം. എക്സിന്റെ ഡെറിവേറ്റീവ് വൈന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ ഇവിടെ രണ്ട് ഫങ്ഷൻസ് ആണ് യു വി. അപ്പൊ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യണം? പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. യു വി ഡാഷ് ഈക്വൽ ടു യു ഇൻറ്റു വി ഡാഷ് പ്ലസ് വി ഇൻറ്റു യു ഡാഷ്. അത് അപ്ലൈ ചെയ്യണം എക്സ് വൈയിൽ. സോ എന്ത് വരും? 2h ഇൻറ്റു u into v dash, that is x into u dash എന്ന് പറയുന്നത് v dash എന്ന് പറയുന്നത് y ആണ്. y dash plus y into u dash. u dash എന്ന് പറയുന്നത് x ന്റെ ഡെറിവേറ്റീവ് ആണ്. x ന്റെ ഡെറിവേറ്റീവ് 1 ആണ്. പ്ലസ് b into y സ്ക്വയറിന്റെ ഡെറിവേറ്റീവ്. y സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം 2y into with respect to x ആയതുകൊണ്ട് into y dash equal to 1 ന്റെ ഡെറിവേറ്റീവ് 1 കോൺസ്റ്റന്റ് ആണ്. സോ ഡെറിവേറ്റീവ് is 0. So നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. 2ax പ്ലസ് 2hxy ഡാഷ് പ്ലസ് 2hy പ്ലസ് 2byy ഡാഷ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പൊ എല്ലാത്തിലും ഒരു കോമൺ ആയിട്ട് 2 കാണുന്നുണ്ട്. സോ 2 ഇൻറ്റു ax പ്ലസ് h ഇൻറ്റു എക്സ് ഇൻറ്റു y ഡാഷ് പ്ലസ് hy പ്ലസ് byy ഡാഷ് ഈക്വൽ ടു 0. സോ എന്ത് വരും? ദാറ്റ് ഈസ് 2 നോട്ട് ഈക്വൽ ടു 0 ആയതുകൊണ്ട് ax പ്ലസ് hxy ഡാഷ് പ്ലസ് hy പ്ലസ് byy ഡാഷ് ഈക്വൽ ടു 0. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നോക്കിയാൽ y ഡാഷിന്റെ ടേംസ് ഉണ്ട്, പിന്നെ എക്സിന്റെ വൈന്റെ ടേംസ് ഉണ്ട്. ആദ്യം നമുക്ക് y ഡാഷിന്റെ ടേംസ് ഒരുമിച്ച് എഴുതാം. അപ്പൊ എന്ത് വരും? hxy ഡാഷ് പ്ലസ് byy ഡാഷ് പ്ലസ് ഇതിന്റെ ടേംസിനെ നമ്മൾ ഒരുമിച്ചാക്കുന്നത് പ്ലസ് ax പ്ലസ് hy ഈക്വൽ ടു 0. ഇനി എന്ത് ചെയ്യാം? y ഡാഷിനെ കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുക്കുക. ഈ ടേംസിനെ കംപ്ലീറ്റ് ഓപ്പോസിറ്റ് സൈഡിൽ കൊണ്ടുപോകാം. അപ്പൊ ഇവിടെ y ഡാഷിനെ കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുക്കുമ്പോൾ ബാക്കി വരുന്നത് hx പ്ലസ് by ഇൻറ്റു y ഡാഷ് ഈക്വൽ ടു കംപ്ലീറ്റ് ടേം ഓപ്പോസിറ്റ് സൈഡിൽ പോകുമ്പോൾ പ്ലസ് എക്സ് മൈനസ് എക്സ് ആവും. അതേപോലെ പ്ലസ് hy മൈനസ് hy ആവും. ഓക്കെ, അപ്പൊ നമുക്ക് y ഡാഷ് എന്ത് കിട്ടും? y ഡാഷ് ബിക്കംസ് മൈനസ് ax മൈനസ് hy ഡിവൈഡഡ് ബൈ എന്ത് വരും? hx പ്ലസ് by. hx പ്ലസ് by. ഇതിനൊന്ന് നമ്മൾ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് മൈനസിനെ നമ്മൾ ഔട്ട് സൈഡ് എടുക്കുക. മൈനസിനെ ഔട്ട് സൈഡ് എടുത്താൽ മുകളിൽ എന്ത് വരും? ax പ്ലസ് hy ഡിവൈഡഡ് ബൈ hx പ്ലസ് by. അപ്പൊ നമുക്ക് y ഡാഷ് എന്താ കിട്ടിയത്? y ഡാഷ് ഈക്വൽ ടു മൈനസ് ഓഫ് ax പ്ലസ് hy ഡിവൈഡഡ് ബൈ hx പ്ലസ് by. അപ്പൊ നമുക്ക് y ഡാഷ് കിട്ടി. y ഡാഷ് കിട്ടി. അപ്പൊ നമുക്ക് y ഡാഷിൽ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഇല്ല, സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇതിനെ ഒന്നുകൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. സോ നമ്മൾ y ഡാഷിനെ ഒന്നും കൂടെ മാറ്റി എഴുതാം. സോ y ഡാഷ് ഈക്വൽ ടു മൈനസ് ഓഫ് ax പ്ലസ് hy ഡിവൈഡഡ് ബൈ hx പ്ലസ് by. hx പ്ലസ് by.
ഓക്കെ, ഇനി നമുക്ക് അഗെയിൻ എന്ത് ചെയ്യണം? അഗെയിൻ ഡിഫറൻഷിയേറ്റ് ബോത്ത് സൈഡ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അഗെയിൻ ഡിഫറൻഷിയേറ്റ് ബോത്ത് സൈഡ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഡിഫറൻഷിയേറ്റ് ബോത്ത് സൈഡ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അതിന്റെ മുന്നേ ആയിട്ട് നമുക്ക് ഈ y ഡാഷിന്റെ ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് മാർക്ക് ചെയ്യണം. ഇതിന് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് മാർക്ക് ചെയ്യാം. ഇനി ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ y ഡാഷ് എന്താവും? y ഡാഷ് ബിക്കം y ഡബിൾ ഡാഷ് ആവും. y ഡാഷ് ബിക്കം y ഡബിൾ ഡാഷ് ഈക്വൽ ടു, ഇവിടെ ഇനി എങ്ങനെയാ നമ്മള് ഡിഫറൻഷിയേറ്റ് ചെയ്യാം? ഇതിനെ u ആയിട്ടും ഇതിനെ v ആയിട്ടും എടുക്കുക. സോ നമ്മൾ ഇവിടെ എന്താ അപ്ലൈ ചെയ്യണം? കോഷ്യന്റ് റൂൾ അപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് u ബൈ v ഡാഷ് ഈക്വൽ ടു v into u dash minus u into v dash all divided by v square. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ അത് ചെയ്യണം. ചെയ്ത് നോക്കാം. v എന്ന് പറയുന്നത് ഇവിടെ hx പ്ലസ് ബി വൈ ആണ്. hx പ്ലസ് ബി വൈ. ഇനി ഇവിടെ ഇത് എഴുതുന്ന സമയത്ത് നമുക്ക് നോക്കിയാൽ കാണാം ഇവിടെ കോമൺ ആയിട്ടൊരു മൈനസ് ഉണ്ട്. ആ മൈനസ് നമ്മൾ പുറത്തിടുക, വലിയൊരു ബ്രാക്കറ്റ് ഇടുക. എപ്പോഴും മൈനസ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ മൈനസ് പ്ലസ് എന്നുള്ള ടേംസ് വരുന്ന സമയത്ത് ബ്രാക്കറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യാം. എന്നാൽ പരമാവധി ഈ മൈനസിന്റെയും പ്ലസിന്റെയും കൺഫ്യൂഷൻ നമുക്ക് ഒഴിവായി കിട്ടും. സോ മൈനസിനെ നമ്മൾ ഔട്ട് സൈഡ് എടുക്കാം. മൈനസ് ഓഫ് എച്ച് എക്സ് പ്ലസ് ബി വൈ ഇൻറ്റു വി ഇൻറ്റു യു ഡാഷ്. യു ഡാഷ് എന്ന് പറയുന്നത് എ എക്സ് പ്ലസ് എച്ച് വൈ ആണ്. സോ എന്ത് വരും? എ ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് 1 പ്ലസ് എച്ച് ഇൻറ്റു വൈന്റെ ഡെറിവേറ്റീവ് വൈ ഡാഷ്. ഓക്കെ, അപ്പൊ ആ ഭാഗം കംപ്ലീറ്റ് ആയി. മൈനസ് യു ഇൻറ്റു വി ഡാഷ്. യു എന്താ? എ എക്സ് പ്ലസ് എച്ച് വൈ ആണ്. എ എക്സ് പ്ലസ് എച്ച് വൈ ഇൻറ്റു വി ഡാഷ് ആണ്. വി ഡാഷ് എന്ന് പറയുമ്പോൾ എച്ച് എക്സ് ഇൻറ്റു എച്ച് എക്സ് എന്ന് പറയുന്നത് എച്ച് ഇൻറ്റു 1, ഇത് മായ്ക്കുന്നുണ്ട്, എച്ച് ഇൻറ്റു 1 പ്ലസ് അഗെയിൻ വി ഇൻറ്റു വൈന്റെ ഡെറിവേറ്റീവ് വൈ ഡാഷ്. ഓക്കെ, സോ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ഹോൾ ഡിവൈഡഡ് ബൈ വി സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് എച്ച് എക്സ് പ്ലസ് ബി വൈ ഹോൾ സ്ക്വയർ. എച്ച് എക്സ് ബൈ ബി വൈ ഹോൾ സ്ക്വയർ എന്തുകൊണ്ടാ? ഓൾ ഡിവൈഡഡ് ബൈ വി സ്ക്വയർ ആണ്. ഓക്കെ, ഇനി നമ്മൾ നോക്കാം. ഇവിടെയും ഒരു y ഡാഷ് ഉണ്ട്, ഇവിടെയും ഒരു y ഡാഷ് ഉണ്ട്. രണ്ട് സ്ഥലത്ത് നമുക്ക് y ഡാഷ് ഉണ്ട്. ഈ y ഡാഷിന് പകരം നമ്മൾ ഏത് കൊടുക്കുക? ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ അടുത്ത സ്റ്റെപ്പിൽ എന്ത് എഴുതണം? സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ 1, സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ 1 ഇൻ y ഡബിൾ ഡാഷ്. y ഡബിൾ ഡാഷിൽ y ഡാഷ് വരുന്ന പ്ലേസസിൽ നമ്മൾ ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താ വരിക നോക്കാം? y ഡബിൾ ഡാഷ് ഈക്വൽ ടു മൈനസ് ഓഫ് എച്ച് എക്സ് പ്ലസ് ബി വൈ ഇൻറ്റു എ ഇൻറ്റു 1 ഇസ് എ പ്ലസ് എച്ച് ഇൻറ്റു വൈ ഡാഷ് എന്തായിരുന്നു? മൈനസ് എ എക്സ് പ്ലസ് എച്ച് വൈ ഡിവൈഡഡ് ബൈ എച്ച് എക്സ് പ്ലസ് ബി വൈ. ഓക്കെ, ആ ടേം കംപ്ലീറ്റ് ആയി. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. മൈനസ് അഗെയിൻ എ എക്സ് പ്ലസ് എച്ച് വൈ ഇൻറ്റു എച്ച് പ്ലസ് ബി ഇൻറ്റു അഗെയിൻ വൈ ഡാഷിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. മൈനസ് എ എക്സ് പ്ലസ് എച്ച് വൈ ഡിവൈഡഡ് ബൈ എച്ച് എക്സ് പ്ലസ് ബി വൈ. സോ അത് കംപ്ലീറ്റ് ആയി. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ഹോൾ ഡിവൈഡഡ് ബൈ എന്തുണ്ട്? ഹോൾ ഡിവൈഡഡ് ബൈ എച്ച് എക്സ് പ്ലസ് ബി വൈ ഹോൾ സ്ക്വയർ. എച്ച് എക്സ് പ്ലസ് ബി വൈ ഹോൾ സ്ക്വയർ. ഇനി ഒന്നും കൂടെ നമുക്ക് ഓർഡർ ചെയ്ത് എഴുതാം. Minus of that is y double dash equal to minus of hx plus by into a minus plus into minus minus out, so minus h into ax plus by all divided by hx plus by minus ax plus hy into ഒന്നുമില്ല, ജസ്റ്റ് നമ്മൾ ഈ പ്ലസിനെ മാറ്റിയിട്ട് മൈനസ് ആക്കുന്നത്, കാരണം ഇവിടെ ബി ഇൻറ്റു മൈനസ് ആണ്, അത്രയേ ഉള്ളൂ. എച്ച് മൈനസ് ബി ഇൻറ്റു എ എക്സ് പ്ലസ് എച്ച് വൈ ഡിവൈഡഡ് ബൈ എച്ച് എക്സ് പ്ലസ് ബി വൈ. ഇനി ഓൾ ഡിവൈഡഡ് ബൈ എച്ച് എക്സ് പ്ലസ് ബി വൈ ഓൾ സ്ക്വയർ. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എച്ച് എക്സ് പ്ലസ് ബി വൈ ഉണ്ട്. നമുക്ക് മുകളിലുള്ള എല്ലാത്തിൻ്റെയും ഡിനോമിനേറ്റർ എച്ച് എക്സ് പ്ലസ് ബി വൈ ആക്കണം.
അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. എന്റെ കൂടെ എച്ച് എക്സ് പ്ലസ് ബി വൈ, അതേപോലെ ഇവിടെ എച്ച് ഇൻറ്റു എച്ച് എക്സ് പ്ലസ് ബി വൈ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് ഡിനോമിനേറ്റർ സെയിം ആക്കാം. സോ എന്ത് വരും, y ഡബിൾ ഡാഷ് ഈക്വൽ ടു മൈനസ് ഓഫ് എച്ച് എക്സ് പ്ലസ് ബി വൈ ഇൻറ്റു എ ഇൻറ്റു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ ഇൻറ്റു എച്ച് എക്സ് പ്ലസ് ബി വൈ, a into hx plus by minus h into ax plus by, sorry ax plus hy അല്ലേ, ഇത് hy ആണ്, ax plus hy ആണ്, ax plus hy, so ax plus hy, okay ഒരു മിനിറ്റ്, a into h into ax plus hy divided by hx plus by, hx plus by. Okay, all divided by, ഇപ്പോൾ ഇവിടെ എന്ത് വരും, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് all divided by hx plus by വരും, all divided by hx plus by. സോ ഒന്നുകൂടെ നോക്കാം, a minus ax plus hy by hx plus by ആണ്. സോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ a into hx plus by minus h into ax plus hy all divided by hx plus by minus അതേപോലെ തന്നെ ഇപ്പുറത്തും ax plus hy into h into hx plus by, h into hx plus by minus b into ax plus hy all divided by, ഇവിടെയോ ഇതിന്റെ all divided by hx plus by വരും. അഗെയിൻ കഴിഞ്ഞില്ല, നമ്മളിവിടെ വലിയ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാനുണ്ട്. ഇത് all divided by എന്തുണ്ട്, hx plus by all സ്ക്വയർ ഉണ്ട്. ഓക്കെ, അപ്പോൾ മോളില് ഡിനോമിനേറ്ററിൽ നമുക്ക് hx plus y കോമൺ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ താഴേക്ക് എടുത്തു കഴിഞ്ഞാല് y ഡബിൾ ഡാഷ് എന്താവും, അതിനെ താഴേക്ക് എടുക്കാം, കൂടെ ഈ ബ്രാക്കറ്റിലുള്ളതിനൊന്ന് എക്സ്പാൻഡും കൂടെ ചെയ്യാം. സോ മൈനസ് ഓഫ് hx plus by ഇൻറ്റു ഈ ബ്രാക്കറ്റിലുള്ളതിനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാല് ahx plus aby മൈനസ് ahx മൈനസ് ഇൻറ്റു പ്ലസ് അഗെയിൻ മൈനസ് h സ്ക്വയർ y മൈനസ് ax plus hy into ax plus hy into ഇതും അതേപോലെ നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്യാം, h സ്ക്വയർ x plus hby minus abx minus hby all divided by, വലിയ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാനുണ്ട്, all divided by എന്ത് വരും നമുക്ക്, hx plus by ഓൾറെഡി ഉണ്ട്, കൂടെ എന്തുണ്ട്, hx plus by all സ്ക്വയറും ഉണ്ട്. ഓക്കെ, ഇനി ഇതെങ്ങനെയാ വരുന്നതിന് കൺഫ്യൂഷൻ ഉള്ള ആൾക്കാർക്ക് ജസ്റ്റ് ഇതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. 2/3 plus 5/3 all divided by 3 ആണെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യും, 2 plus 5 divided by 3 all divided by 3 എന്ന് എഴുതും. ദാറ്റ് ഈസ് 2 plus 5/3 into 3, അഥവാ ഇതെന്താവും, ഈ 3 താഴത്തെ 3ന്റെ കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. അതേപോലെ ചെയ്തിട്ടേ ഉള്ളൂ. മുകളിലത്തെ ഡിനോമിനേറ്റർ hx plus by ആണ്, താഴത്തെ hx plus all divided by വരുന്നത് hx plus by all സ്ക്വയർ ആണ്. സോ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി ഇവിടെ നോക്കിയാൽ നമുക്ക് കുറച്ച് കോമൺ ടേംസ് ക്യാൻസൽ ആയി പോവും. പ്ലസ് ahx ഉണ്ട്, മൈനസ് ahx ഉണ്ട്, അതേപോലെ ഇവിടെ പ്ലസ് hby ഉണ്ട്, മൈനസ് hby ഉണ്ട്. സോ നമുക്ക് ഒന്നുകൂടെ y ഡബിൾ ഡാഷ് ഒന്നുകൂടെ റെഡ്യൂസ്ഡ് ആയി എഴുതി നോക്കാം. hx പ്ലസ് by ഇൻറ്റു aby മൈനസ് h സ്ക്വയർ y മൈനസ് ax പ്ലസ് hy ഇൻറ്റു h സ്ക്വയർ x minus abx, okay, all bracket all divided by hx plus by into hx plus by all square becomes hx plus by all cube. അപ്പോൾ നമ്മൾ prove that questionന്റെ prove thatൽ കൊടുക്കുന്നതിന്റെ ഡിനോമിനേറ്റർ നമുക്ക് ഓൾമോസ്റ്റ് റെഡി ആയി. ഇനി എന്തും കൂടെ കണ്ടുപിടിച്ചാൽ മതി,
ന്യൂമറേറ്റർ എച്ച് സ്ക്വയർ മൈനസ് എ ബി എന്നും കൂടെ കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ നമുക്ക് നമ്മൾ സൊല്യൂഷൻ ആവും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ രണ്ട് സ്ഥലത്തും ഒരു y കോമൺ ഉണ്ട്, അതേപോലെ ഇവിടെ രണ്ട് സ്ഥലത്തും x കോമൺ ഉണ്ട്. നമുക്ക് അത് രണ്ടിനും ഒന്ന് ഔട്ട് സൈഡ് എടുക്കാം. ദാറ്റ് ഈസ് മൈനസ് ഓഫ് എച്ച് എക്സ് പ്ലസ് ബി വൈ ഇൻറ്റു എ ബി മൈനസ് എച്ച് സ്ക്വയർ ഇൻറ്റു വൈ മൈനസ് എ എക്സ് പ്ലസ് എച്ച് വൈ ഇൻറ്റു ഇവിടെ അതേപോലെ എക്സ് കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ എച്ച് സ്ക്വയർ മൈനസ് എ ബി ഇൻറ്റു എക്സ് ഓൾ ഡിവൈഡഡ് ബൈ എച്ച് എക്സ് പ്ലസ് ബി വൈ ഓൾ ക്യൂബ്. കുറേ നേരമായിട്ട് നമ്മൾ ഒരു മൈനസ് ഇങ്ങനെ പുറത്ത് കിടക്കുകയാണ്. കുറേ സമയമായിട്ട് നമ്മളൊരു മൈനസ് ഇവിടെ ഇങ്ങനെ പുറത്തെടുക്കണം. ഇനി ഈ മൈനസിനെ നമ്മൾ എന്താക്കാൻ വേണ്ടി പോവാം? ഇനി ഉള്ളിലേക്ക് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഓക്കെ, അപ്പൊ ആ മൈനസ് നമ്മളൊന്ന് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക നോക്കാം. y ഡബിൾ ഡാഷ് ഈക്വൽ ടു മൈനസ് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ എച്ച് എക്സ് പ്ലസ് ബി വൈക്ക് നമ്മൾ ആ മൈനസിനെ ഒന്നും ചെയ്യേണ്ട, കാരണം എല്ലാം പ്ലസ് ആയിട്ടുള്ളത്. ഇതെന്താവും? ഈ എ ബി മൈനസ് എച്ച് സ്ക്വയറിന് നമ്മൾ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? മൈനസ് എ ബി പ്ലസ് എച്ച് സ്ക്വയർ. മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പ്ലസ് എ ബി എന്നുള്ള മൈനസ് എ ബി ആവും, മൈനസ് എച്ച് സ്ക്വയർ എന്നുള്ളത് പ്ലസ് എച്ച് സ്ക്വയർ ആവും. അപ്പൊ നമ്മൾ ഇതിനൊന്നും കൂടെ മാറ്റി എഴുതിയാൽ എങ്ങനെ എഴുതാം? എച്ച് സ്ക്വയർ മൈനസ് എ ബി എന്ന് എഴുതാം. സോ ഇവിടെ എന്ത് വരും? എച്ച് സ്ക്വയർ മൈനസ് എ ബി വരും. ക്ലിയർ ആണോ? മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് എ ബി മൈനസ് ആവും, മൈനസ് എച്ച് സ്ക്വയർ എച്ച് സ്ക്വയർ ആവും. അതെന്താവും? എച്ച് സ്ക്വയർ മൈനസ് എ ബി. അപ്പൊ നമുക്ക് ഇവിടെ ഒരുമിച്ചിട്ട് എന്ത് എഴുതാം? എച്ച് സ്ക്വയർ മൈനസ് എ ബി. അപ്പൊ ഈ മൈനസ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് അടുത്ത ഈ മൈനസ് ഇൻറ്റു ഈ മൈനസ് എന്താവും? പ്ലസ് ആവും. സോ പ്ലസ്, പിന്നെ അതിവിടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളിലേക്ക് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്കി നമുക്ക് അതേപോലെ എഴുതാം. എ എക്സ് പ്ലസ് എച്ച് വൈ ഇൻറ്റു എച്ച് സ്ക്വയർ മൈനസ് എ ബി ഇൻറ്റു എക്സ്. ഓക്കെ, അപ്പൊ ഇനി ബ്രാക്കറ്റിന്റെ ആവശ്യമില്ല, കാരണം നമ്മളെ ബ്രാക്കറ്റ് എന്തായി? ബ്രാക്കറ്റ് പോയിട്ടുണ്ട്. ഓൾ ഡിവൈഡഡ് ബൈ എച്ച് എക്സ് പ്ലസ് ബി വൈ ഓൾ ക്യൂബ്. ഇനി നോക്കിക്കേ, ഇനി രണ്ട് സ്ഥലത്തും നമുക്ക് കോമൺ ആയിട്ട് ഒരു സംഭവം കിട്ടിയിട്ടുണ്ട്. എന്താ? എച്ച് സ്ക്വയർ മൈനസ് എ ബിയും എച്ച് സ്ക്വയർ മൈനസ് എ ബിയും. അതിനെ നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. സോ എച്ച് സ്ക്വയർ മൈനസ് എ ബി കോമൺ ആയിട്ട് വന്നിട്ടുണ്ട്. എച്ച് സ്ക്വയർ മൈനസ് എ ബി ഇവിടെ വന്നു കഴിഞ്ഞാൽ ബാക്കി ഇവിടെ ഉള്ളത് എച്ച് എക്സ് പ്ലസ് ബി വൈ ആണ്. എച്ച് എക്സ് പ്ലസ് ബി വൈ. ഇവിടെ ഒരു വൈയും കൂടെ ഉണ്ട്, നമ്മൾ എഴുതാൻ വിട്ടുപോയിട്ടുണ്ട് ഒരു വൈ. ഈ വൈനെ നമ്മൾ ഇങ്ങോട്ടേക്ക് എഴുതിയിട്ടില്ല, സോറി. ആ വൈയും കൂടെ ഇവിടെ കൊടുക്കണം കേട്ടോ. ഈ വൈനെ നമ്മൾ ഇങ്ങോട്ട് എഴുതിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, എച്ച് എക്സ് പ്ലസ് ബി വൈ ഇൻറ്റു വൈ പ്ലസ് എ എക്സ് പ്ലസ് എച്ച് വൈ ഇൻറ്റു ഇവിടെ ഒരു എക്സ് ബാക്കിയുണ്ട്, എക്സ്. ഓക്കെ, ഓൾ ഡിവൈഡഡ് ബൈ എച്ച് എക്സ് പ്ലസ് ബി വൈ ഓൾ ക്യൂബ്. റെഡി അല്ലേ? ഇനി എന്ത് ചെയ്യാം നമുക്ക്? ഇനി നമുക്ക് ഇതിനെ മൊത്തത്തിലങ്ങ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം, എക്സ്പാൻഡ് ചെയ്യാം. സോ എച്ച് സ്ക്വയർ മൈനസ് എ ബി ഇൻറ്റു എച്ച് എക്സ് വൈ പ്ലസ് ബി വൈ സ്ക്വയർ പ്ലസ് again ax square plus hxy all divided by hx plus by all cube. അപ്പൊ ഇവിടെ രണ്ട് hxy ഉണ്ട്, ഒരു hxy ഇതും ഒരു hxy ഇതുമാണ്. ആ രണ്ടും ആഡ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടും? എച്ച് സ്ക്വയർ മൈനസ് എ ബി ഇൻറ്റു എ എക്സ് സ്ക്വയർ പ്ലസ് ബി വൈ സ്ക്വയർ പ്ലസ് 2hxy. അല്ലെങ്കിൽ ഒന്നുകൂടെ നമ്മൾ ഓർഡർ ആക്കിയിട്ട് എഴുതിയ, ഇതിന് വേണമെങ്കിൽ നമുക്കൊന്ന് ഓർഡർ ചെയ്തിട്ട് എഴുതാം. എ എക്സ് സ്ക്വയർ പ്ലസ് എച്ച് എക്സ് വൈ പ്ലസ് എച്ച് എക്സ് വൈ എന്ത് വരും? 2hxy പ്ലസ് ബി വൈ സ്ക്വയർ എന്ന ക്വസ്റ്റ്യനിലുള്ള അതേ ടേം നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ട് എഴുതിയെന്നേ ഉള്ളൂ, ഏത് ഓർഡറിൽ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഓൾ ഡിവൈഡഡ് ബൈ എച്ച് എക്സ് പ്ലസ് ബി വൈ ഓൾ ക്യൂബ്. ഇനി ഒന്ന് നോക്കിക്കേ, ഇതെന്താ? എ എക്സ് സ്ക്വയർ പ്ലസ് ഈ ഒരു സംഭവം എന്താ? ഇതാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. എ എക്സ് സ്ക്വയർ പ്ലസ് 2hxy പ്ലസ് ബി വൈ സ്ക്വയർ ഈക്വൽ ടു 1. അപ്പൊ ഇതിന് പകരം നമുക്ക് എന്തോ എടുക്കാം? 1 എടുക്കാം. അപ്പോൾ എച്ച് സ്ക്വയർ മൈനസ് എ ബി ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ എച്ച് എക്സ് പ്ലസ് ബി വൈ ഹോൾ ക്യൂബ്. ഇത് എവിടുന്നായിട്ട് തന്നെ സിൻസ് എവിടുന്ന? സിൻസ്
നമ്മളെ ക്വസ്റ്റ്യനിലുണ്ട് ax² പ്ലസ് 2hxy പ്ലസ് by² ഈക്വൽ ടു 1. സോ ആൻസർ ആയോ? സോ നമ്മളെ ആൻസർ ആയി. ആൻസർ എന്താ? d²y/dx² is equal to h² minus ab all divided by hx plus by all cube. That is the solution. അപ്പോൾ prove that അതായത് നമുക്ക് d²y/dx² equal to h² minus ab by hx plus by all cube. ഓക്കെ, ബോക്സ് നമ്മൾ മൈനസ്, നെഗറ്റീവ്, പോസിറ്റീവ്, മൈനസ്, പ്ലസ് ഒക്കെ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് പരമാവധി ബോക്സസ് യൂസ് ചെയ്യാം. എന്നാൽ കുറേ മിസ്റ്റേക്സും കൺഫ്യൂഷൻസും ഒഴിവാവും. ബാക്കി നമുക്ക് പെട്ടെന്ന് ചെയ്യാനും പറ്റും. ഓക്കെ, താങ്ക് യു.